നമസ്കാരം. ഷെയറിനകത്ത് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉള്ളവരാണോ നിങ്ങൾ? നമുക്ക് ഈ ഷെയർ ഇൻകം ടാക്സിൽ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതായത് ഷെയറിൽ നിന്നുള്ള വരുമാനം രണ്ട് രീതിയിലാണ് പറയപ്പെടുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ഡിവിഡൻഡ് ഇൻകം, രണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ മേടിച്ച വിലക്കായാലും കൂടുതൽ വിലയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും. ഈ ഡിവിഡൻഡ് ഇൻകം ആണെങ്കിൽ അതർ സോഴ്സിനകത്ത് കാണിച്ച്, ഇൻകം ഫ്രം അതർ സോഴ്സിനകത്ത് കാണിച്ച് സാധാരണ രീതിയിൽ ടാക്സ് ചെയ്യണം എന്നാണ് ഇൻകം ടാക്സ് പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ രണ്ട് രീതിയിലുണ്ട്. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേടിച്ച് ഒരു വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കാണും. അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ പ്രോഫിറ്റിൻ്റെ 15% ഫ്ലാറ്റ് ടാക്സ് അടയ്ക്കണം നമ്മൾ. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിലോ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം വിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞാണ് ഇത് വിൽക്കുന്നതെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാത്രം വരുന്ന പ്രോഫിറ്റിൻ്റെ 10% ഡയറക്റ്റ് ടാക്സബിൾ ആണത്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നഷ്ടമാണെങ്കിലോ, നഷ്ടം നമുക്ക് അടുത്ത ഒരു 7 വർഷത്തിനുള്ളിൽ നമുക്ക് വരുന്ന പ്രോഫിറ്റുമായിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷേ ഇതിനെല്ലാത്തിനും കറക്റ്റ് സമയത്ത് ഇൻകം ടാക്സിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നമുക്ക് ഇടയ്ക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കേൾക്കാം. താങ്ക് യു.